ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് മണി അഥവാ പണം, പിന്നെ നമ്മുടെ വെൽത്ത് കോൺഷ്യസ്നസ്. നമ്മുടെ ഉള്ളിൽ പണത്തെക്കുറിച്ച് കുറേ കാലമായിട്ടുള്ള ചില തെറ്റായ ചിന്താഗതികളുണ്ട്. അത് മാറ്റിയെടുക്കാനും നമ്മുടെ ലൈഫ് കൂടുതൽ ഈസിയാക്കാനും എങ്ങനെ സാധിക്കും? നമുക്ക് പണക്കാരനാകാൻ സാധിക്കുമോ, അതോ കഷ്ടപ്പാട് തന്നെയാണോ നമ്മുടെ വിധി? പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ആകണമെന്ന്. അതായത് നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത്, അതുകൊണ്ട് നമ്മളും കഷ്ടപ്പെടണം എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ടല്ലേ. ജീവിതം എന്നാൽ പോരാട്ടമാണെന്ന ചിന്ത നമ്മളിലേക്ക് കുത്തിവെക്കപ്പെട്ടതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടത് എന്തിനാണ്? നിങ്ങൾക്കും അതേ കഷ്ടപ്പാടുണ്ടാക്കാനാണോ? ഒരിക്കലുമല്ല. നിങ്ങളൊരു സുഖകരമായ ജീവിതം നയിക്കണം എന്നായിരുന്നു അവരുടെ സ്വപ്നം, അങ്ങനെയല്ലേ? പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചില പഴയ കഥകൾ കുടുങ്ങിക്കിടപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? പലരും വിചാരിക്കുന്നത് പണം ഉണ്ടാക്കുന്നത് മോശം കാര്യമാണെന്നാ. പണമുള്ളവർക്ക് നല്ല സ്വഭാവം കാണില്ല, അല്ലെങ്കിൽ അമിതമായ സമ്പത്ത് ഒരു മനുഷ്യനെ ചീത്തയാക്കും, പണം വന്നാൽ അഹങ്കാരം വരും, സമ്പന്നര് നല്ലവരല്ല എന്നൊക്കെ നമ്മൾ കേട്ട് വളർന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ കേട്ട് വളർന്നത് കൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിജയത്തെ പേടിക്കുന്നുണ്ട്. നമ്മൾ വിജയിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു പേടി പലരുടെയും മനസ്സിലുണ്ട്. ഇതിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ നല്ല ഗുണങ്ങളാണ് ഉള്ളതെങ്കിൽ പണം അത് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ ദയവുള്ള ഒരാളാണെങ്കിൽ കൂടുതൽ പണം വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പേരെ സഹായിക്കാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ ഉയർത്താൻ പറ്റും. അതുകൊണ്ട് പണം വരുന്നത് മോശമാണെന്നുള്ള ചിന്ത ആദ്യം തന്നെ നമുക്ക് മാറ്റാം. പലരും എന്നോട് ചോദിച്ചിരിക്കുന്ന കാര്യമാണ്, ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ പണം മാത്രം കയ്യിൽ നിൽക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഇതിന് കാരണം നിങ്ങളുടെ പ്രവൃത്തികളല്ല, നിങ്ങളുടെ സമ്പത്തിന്റെ ചിന്താഗതികളാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മനസ്സ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാസം 20,000 രൂപയെ അർഹതയുള്ളൂ എന്നാണെന്ന് കരുതുക. അപ്രതീക്ഷിതമായി ഒരു 50,000 രൂപ നിങ്ങളുടെ കയ്യിൽ വന്നാൽ നിങ്ങളുടെ മനസ്സ് ഉടനെ തന്നെ ആ പണം എങ്ങനെയെങ്കിലും ചിലവാക്കി തീർക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും, അങ്ങനെയല്ലേ? നിങ്ങൾ അറിയാതെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ പണത്തിന് വേറെ എന്തെങ്കിലും ആവശ്യം വരും, അല്ലെങ്കിൽ ഒരു അസുഖം വരും, അങ്ങനെ കുറെ പണം നഷ്ടപ്പെടും. അവസാനം നിങ്ങളുടെ കയ്യിൽ പഴയതുപോലെ തന്നെ ആ ചെറിയ തുക മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇതൊരു ലൂപ്പ് പോലെ തുറന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഉള്ളിലെ ആ ചോർച്ചകൾ അടയ്ക്കാതെ നിങ്ങൾക്ക് എത്ര പണം കിട്ടിയാലും അത് നിലനിൽക്കില്ല. പലപ്പോഴും നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടല്ല, അതൊരു അൺകോൺഷ്യസ് ബിഹേവിയർ ആണ്. ഉദാഹരണത്തിന്, ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ കയ്യിൽ കാശ് വരുമ്പോൾ തന്നെ അത് എങ്ങനെയെങ്കിലും ചിലവാക്കി കളയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ വലിയൊരു തുക വരുന്നത് ഓർക്കുമ്പോൾ തന്നെ ഒരുതരം പേടിയോ അസ്വസ്ഥതയോ അനുഭവപ്പെടുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ പതിഞ്ഞു പോയ ചില കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും നമ്മളത് ബോധപൂർവമാണ് ചെയ്യുന്നതെന്ന്, പക്ഷേ ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ചില ബ്ലോക്കുകളാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് ഒരു ബക്കറ്റ് പോലെയാണെന്ന് വിചാരിക്കുക. അതിൽ കുറേ ഓട്ടകളുണ്ടെങ്കിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും അത് നിറയില്ലല്ലോ. അതുപോലെയാണ് ഈ ഇല്ലായ്മയുടെ മൈൻഡ് സെറ്റ്. ഈ ഓട്ടകൾ അടച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് നിലനിൽക്കുള്ളൂ. നമുക്ക് ചുറ്റും ഇത്തരം പല ഉദാഹരണങ്ങളും കാണാം. റെസ്റ്റോറൻറ്റിൽ ടിപ്പ് കൊടുക്കുമ്പോൾ അസ്വസ്ഥത തോന്നുന്നവരുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സമ്മാനം തരുമ്പോൾ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് സ്വീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? പലപ്പോഴും നമ്മളൊരു കടയിൽ പോകുമ്പോൾ വില കുറഞ്ഞ സാധനങ്ങൾക്കായി മണിക്കൂറുകൾ ചെലവഴിക്കാറുണ്ട്. പണം ലാഭിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതൊരു തരം ഇല്ലായ്മയുടെ ചിന്താഗതി മൂലമാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കണേ.
പലരും ഇത് ചെയ്യുന്നത് പണമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ്. ഇത് തീർന്നു പോയാലോ എന്ന ഭയം. നമ്മുടെ ജീവിതത്തിലെ ചില കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഇല്ലായ്മയുടെ ചിന്താഗതി കണ്ടെത്താൻ പറ്റും. നമ്മുടെ ഉള്ളിലെ ഈ ഇല്ലായ്മയുടെ ചിന്താഗതി എത്രത്തോളം ആഴമുള്ളതാണെന്നറിയാൻ ഒരു ഉദാഹരണം പറയാം. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു 5 രൂപ ലാഭിക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി ഓടിച്ചു പോകുന്നവരുണ്ട്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകും, പക്ഷേ ഉള്ളിലെ ആ ഒരു പേടി നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കും. പണ്ട് നമ്മുടെ പൂർവികർ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ബാക്കിപത്രം ആയിരിക്കാം ഇത്. പക്ഷേ ഓർക്കുക, ഇപ്പോൾ നമുക്ക് ആ കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ല. നല്ല ക്വാളിറ്റി ഭക്ഷണം കഴിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും നിങ്ങൾ അർഹരാണ്. ആ ഒരു യോഗ്യത നിങ്ങളുടെ ഉള്ളിൽ വരണം. പണം വന്നാൽ നിങ്ങൾ മോശക്കാരാകും എന്നതൊരു വെറും തെറ്റിദ്ധാരണയാണ്. പണം നിങ്ങളെ മാറ്റുന്നില്ല. നിങ്ങൾ ആരാണോ അതിനെ അത് കൂടുതൽ വ്യക്തമായി പുറത്തു കാണിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾ നല്ലവരാണെങ്കിൽ പണം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ നന്മകൾ ചെയ്യും. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, നല്ല മനസ്സുള്ള ആളുകളുടെ കയ്യിൽ ധാരാളം പണം വന്നാൽ ഈ ലോകം എത്ര മനോഹരമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ കൂടുതൽ നന്നായി നോക്കാൻ കഴിയും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിയും. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതിനൊക്കെ പണം ഒരു അത്യാവശ്യ ഘടകമല്ലേ? അപ്പോൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ തെറ്റാകും? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇന്നു മുതൽ ഒരു ചെറിയ പരിശീലനം തുടങ്ങിയാലോ? നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കാം. ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പേടിയാണോ അതോ സന്തോഷമാണോ? ആരെങ്കിലും നിങ്ങൾക്കൊരു സമ്മാനം തരുമ്പോൾ അയ്യോ വേണ്ട എന്ന് പറയാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ അത് സ്വീകരിക്കാൻ പഠിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ വരും തലമുറകൾക്ക് നിങ്ങളൊരു വഴിവിളക്കാവുകയാണ്. കഷ്ടപ്പെടാതെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. പണം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് വികാരമാണ് വരുന്നതെന്ന് നോക്കുക. അത് സന്തോഷമാണോ അതോ പേടിയാണോ എന്ന്. രണ്ടാമത്തേത്, എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് സ്വയം പറയുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴേ ലോകം നമ്മളെ സ്നേഹിക്കും. മൂന്നാമത്തേത്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ അവസാനമല്ല, ഇത് മാറാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ ഇന്നത്തെ പാഠം വളരെ ലളിതമാണ്. സമ്പത്ത് എന്നത് ഒരു പുറത്തെ കാര്യമല്ല, അത് നിങ്ങളുടെ ഉള്ളിലൊരു മാറ്റമാണ്. വിജയിക്കാനും സുഖമായി ജീവിക്കാനും സന്തോഷിക്കാനും നിങ്ങൾ പൂർണ്ണമായും അർഹനാണ്. അത് മറ്റാരും തരുന്ന അനുവാദം കൊണ്ടല്ല, അത് നിങ്ങളുടെ ജന്മാവകാശമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നത് വളരെ ധീരമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്ന് മാറ്റിയെടുക്കുന്ന ഓരോ ചിന്താഗതികളും നിങ്ങളുടെ അടുത്ത 7 തലമുറകളെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്. നമ്മളെ വളർത്തിയവരേക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആകുന്നത് ഒരു തെറ്റല്ല. കഷ്ടപ്പാടുകളില്ലാത്തൊരു ജീവിതം നയിക്കുന്നത് മോശം കാര്യവുമല്ല. നിങ്ങൾ സമാധാനമായും സന്തോഷമായും ജീവിക്കുമ്പോൾ അത് കാണുന്ന മറ്റുള്ളവരിലേക്കും ആ പോസിറ്റീവ് എനർജി എത്തും. നിങ്ങളുടെ പൂർവികർ പോലും നിങ്ങൾ വിജയിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. അതുകൊണ്ട് മനസ്സിൻ്റെ ആഴങ്ങളിലുള്ള പേടികളെ ഭയക്കേണ്ട. അതൊക്കെ തിരിച്ചറിഞ്ഞ് മാറ്റിമറിക്കാൻ സമയമായി. നിങ്ങളിൽ ആ വിശ്വാസം ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്